നമസ്കാരം. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് ഒരു പഴയ കഥയാണ്. പക്ഷേ ഈ കഥ നമ്മളെ ഒരുപാട് കാര്യങ്ങൾ ചിന്തിപ്പിക്കും. ഭൗതിക സുഖങ്ങളെക്കാളൊക്കെ എത്രയോ വലുതായ ഒന്നിന്റെ വില എന്താണെന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു കഥ. അപ്പോ അറിവ് നേടുന്നതിന്റെ പ്രാധാന്യം പറഞ്ഞു തരുന്ന ഈ കഥയിലേക്ക് നമുക്ക് കടക്കാം. അപ്പോ നമുക്ക് ഈ ഒരു ചോദ്യത്തോടെ തന്നെ തുടങ്ങിയാലോ? ഒരു ജീവിതകാലം മുഴുവൻ തപസ്സനുഷ്ഠിക്കുന്ന ഒരാളുടെ ആഗ്രഹം എന്തായിരിക്കും? ഈ ചോദ്യം മനസ്സിൽ വെച്ചോ, നമുക്ക് കഥയിലേക്ക് കടക്കാം. നമ്മുടെ കഥയിലെ പ്രധാന കഥാപാത്രം ഭരദ്വാജ് മുനിയാണ്. അദ്ദേഹം തന്റെ ജീവിതം മുഴുവനായിട്ടും ആത്മീയ കാര്യങ്ങൾക്കായി മാറ്റിവെച്ച ഒരു മഹർഷിയായിരുന്നു. അറിവിനോടുള്ള അദ്ദേഹത്തിന്റെ തീരാത്ത ദാഹമാണ് സത്യം പറഞ്ഞാൽ ഈ കഥയുടെ പ്രധാന ഭാഗം. അങ്ങനെ വർഷങ്ങളോളം അദ്ദേഹം തപസ്സു ചെയ്തു. അവസാനം ആ തപസ്സിന്റെ ഫലം അദ്ദേഹത്തെ തേടിയെത്തി. സാധാരണ എല്ലാവരും കൊതിക്കുന്ന ആ ഒരു സമ്മാനം തന്നെ. സ്വർഗത്തിൽ നിന്ന് ദേവദൂതന്മാർ അദ്ദേഹത്തിന് മുന്നിൽ വന്നു, ഒരു വലിയ വാഗ്ദാനവുമായിട്ട്. അതെ, സംഭവം സിമ്പിളാണ്. ദേവദൂതന്മാർ അദ്ദേഹത്തിന് സ്വർഗത്തിലേക്കൊരു ഡയറക്റ്റ് എൻട്രി ഓഫർ ചെയ്തു. ഒരു ആത്മീയ യാത്രയുടെ ഏറ്റവും വലിയ നേട്ടമല്ലേ അത്? പക്ഷെ കഥയുടെ ട്വിസ്റ്റ് വരാനിരിക്കുന്നതേയുള്ളൂ. അവിടെയാണ് എല്ലാവരും ഞെട്ടിയത്. ഭരദ്വാജ് മുനി ആ ഓഫർ അങ്ങ് നിരസിച്ചു. ഒന്ന് ആലോചിച്ചു നോക്കിക്കേ, ജീവിതകാലം മുഴുവൻ കഷ്ടപ്പെട്ടതിന്റെ ഫലം കൺമുന്നിൽ വന്നിട്ടും അദ്ദേഹം പറഞ്ഞു വേണ്ട എന്ന്. പകരം അദ്ദേഹം എന്താ ആവശ്യപ്പെട്ടതെന്നറിയോ? എനിക്ക് സ്വർഗം വേണ്ട, ഈ ലോകത്ത് ഒന്നുകൂടി ജനിക്കാൻ അവസരം തരൂ. ഇത് കേട്ട ദേവദൂതന്മാർക്ക് ഒന്നും മനസ്സിലായില്ല. അവരാകെ ആശയക്കുഴപ്പത്തിലായി. ദേവദൂതന്മാരുടെ അതേ കൺഫ്യൂഷൻ ഇപ്പൊ നിങ്ങൾക്കുമില്ലേ? എന്തിനായിരിക്കും ഒരാൾ സ്വർഗം വേണ്ടെന്ന് വെക്കുന്നത്, അല്ലേ? ആ ഉത്തരത്തിലാണ് ഈ കഥയുടെ മൊത്തം സാരവും കിടക്കുന്നത്. അപ്പോ ഇതാണ് യഥാർത്ഥ കാരണം. ഭരദ്വാജ് മുനിയുടെ ലക്ഷ്യം സ്വർഗമൊന്നുമായിരുന്നില്ല. അദ്ദേഹത്തിന് വേണ്ടത് ജ്ഞാനസമ്പാദനമായിരുന്നു. അതായത് അറിവ് നേടുക, വീണ്ടും വീണ്ടും അറിവ് നേടിക്കൊണ്ടേയിരിക്കുക. അതായിരുന്നു അദ്ദേഹത്തിന്റെ തപസ്. അതായത് അദ്ദേഹത്തിന്റെ യാത്ര കഴിഞ്ഞിട്ടില്ലായിരുന്നു. പരമമായ സത്യം അറിയണമെങ്കിൽ അറിവ് നേടണം. അതിന് ഒരു ജന്മം പോരാ, ഇനിയും ഒരുപാട് ജന്മങ്ങൾ തപസ്സിരിക്കാനും അദ്ദേഹം റെഡിയായിരുന്നു. അദ്ദേഹത്തിന്റെ വിനയം നോക്കിക്കേ. അദ്ദേഹം പറയുകയാണ്, ഞാൻ ഇതുവരെ നേടിയ ഒന്നുമല്ല, കടലിലെ ഒരു തുള്ളി വെള്ളം പോലെയാണ് എന്ന്. ഈ ഒരു തിരിച്ചറിവാണ് അദ്ദേഹത്തെ വീണ്ടും അറിവ് തേടാൻ പ്രേരിപ്പിച്ചത്. ഇനി ഈ കഥയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, സ്വർഗവും ജ്ഞാനവും തമ്മിലുള്ള വ്യത്യാസം. സ്വർഗം നമുക്ക് തരുന്നത് സൗകര്യങ്ങളാണ്, കംഫേർട്ട്. പക്ഷെ അറിവോ? അത് തരുന്നത് ആനന്ദമാണ്, അതായത് യഥാർത്ഥ സന്തോഷം. അതെ, ഇതാണ് ഈ കഥ നമ്മളോട് പറയുന്നത്. സ്വർഗത്തിലെ സുഖസൗകര്യങ്ങളെക്കാൾ എത്രയോ വലുതാണ് അറിവ് നൽകുന്ന ആ ആനന്ദം. ഭരദ്വാജ് മുനി തെരഞ്ഞെടുത്തതും ആ ഒരു വഴി തന്നെ. ഈ മനോഹരമായ കഥ നമ്മൾ എടുത്തിരിക്കുന്നത് ഗായത്രി പരിവാർ പ്രസിദ്ധീകരിച്ച സചിത്ര ബാൽ കഥായൻ എന്ന പുസ്തകത്തിൽ നിന്നാണ്. അപ്പോ എന്താണ് ഇതിന്റെല്ലാം ഗുണപാഠം? വളരെ സിമ്പിളാണ്. ലോകത്തുള്ള മറ്റെന്ത് സമ്പത്തും വരും പോകും. പക്ഷേ വിദ്യ, അതായത് അറിവ്, അതുമാത്രമാണ് എക്കാലവും നിലനിൽക്കുന്ന ഏറ്റവും വലിയ സമ്പത്ത്. ഈ കഥ നമ്മളെ ശരിക്കും ചിന്തിപ്പിക്കും, അല്ലേ? നമ്മുടെയൊക്കെ ജീവിതത്തില് യഥാർത്ഥ സന്തോഷത്തിനു വേണ്ടി അല്ലെങ്കിൽ യഥാർത്ഥ അറിവിനു വേണ്ടി ഏതൊക്കെ താൽക്കാലിക സൗകര്യങ്ങൾ നമ്മൾ വേണ്ടെന്ന് വെക്കാൻ തയ്യാറാകും? ഈ ഒരു ചോദ്യം നിങ്ങൾക്കായി വിട്ടുതരുന്നു. വീണ്ടും കാണാം. നന്ദി.